ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന അലീസയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ഒനിയൻ, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ചെറിയ പീസ് പട്ട, ഗ്രാമ്പൂ, 2 ഏലക്കായ്. ഇത്രയും മതി കേട്ടോ സ്പൈസസ് ഒക്കെ. ഇനി ഇത് 500 ഗ്രാം അളവിൽ ഗോതമ്പാട്ടോ എടുത്തത്. ഗോതമ്പ് നല്ലോണം കഴുകി ഒരു 5-8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കി അങ്ങനെ എടുത്ത് വെച്ച ഗോതമ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കുത്തിയ ഗോതമ്പാണ് കേട്ടോ, തൊലിയൊക്കെ പോക്കിയിട്ടുള്ള വൈറ്റ് കളറിലുള്ള കുത്തിയ ഗോതമ്പ്. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്ത് ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പീസും പിന്നെ നമ്മൾ സ്പൈസസും ഉള്ളിയും ഒക്കെ അതിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വിസിലിൽ തന്നെ വെള്ളം വറ്റിപ്പോവും, പിന്നെ കരിഞ്ഞു. അതുകൊണ്ട് വെള്ളം കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഗ്യാസ് മേലേക്ക് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ബാക്കി ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അതിൽ നിന്ന് കുമറി വേവണം കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലുള്ള ചിക്കൻ പീസൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്കിതിൻ്റെ എല്ലൊക്കെ മാറ്റി ഇറച്ചി മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത സ്പൈസസും കൂടി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ അധിക ടേസ്റ്റ് പിന്നെ കുത്തുന്ന ചൊവ്വയായിരിക്കും. അപ്പോൾ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് സ്പൈസസും കൂടി എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലൊക്കെ മാറ്റി ചിക്കൻ പീസ് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് ഇത് നല്ലോണം യോജിപ്പിക്കണം. ഇതിൽ കാണുന്നത് സ്പൂണ് കാണുന്നുണ്ട് കേട്ടോ. ഞാനിത് പതിച്ച് പുറത്താണ്ടാന്ന് വെച്ചിട്ടൊരു സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു, അതാണ് കാണുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. പുറത്തായി പോകുന്നെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ പതിച്ച് പുറത്താവില്ല. അപ്പോൾ നമ്മളിനി ഇത് ചെയ്യേണ്ടത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതുപോലെ മന്തൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ലോണം ഉടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇട്ട് രണ്ടും കൂടി മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ മന്ത് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൽ ചെറിയൊരു ടാസ്ക്കുള്ള പണി. ഈ മിക്സിങ് നല്ലോണം ഉടഞ്ഞ് ചിക്കൻ പീസൊന്നും പിന്നെ കാണൂല, ഇതിലങ്ങ് ചേർന്ന് പോയിക്കോളും. അപ്പോൾ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി അതുകൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ. നല്ല കട്ടിപ്പാൽ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. തിളയൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അലീസൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി പൊരിച്ചിടണം. അതിനായിട്ട് ഞാൻ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. നെയ്യിൽ തന്നെ പൊരിച്ചിടണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചിടൂലേ, അതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറാകും വരെ പൊരിച്ചെടുത്തിട്ട് ഊറ്റി മാറ്റുമൊന്നും വേണ്ട കേട്ടോ. ഈ എണ്ണയോടെ തന്നെയാണ് നമ്മൾ അലീസയിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ അലീസ ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യുക. ഒരു തളവയിൽ ഫസ്റ്റ് നമ്മൾ അലീസ വിളമ്പി കൊടുക്കുക. അലീസ മുഴുവൻ വിളമ്പി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചതിലുള്ള നെയ്യ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ നെയ്യ് ഇതിന് ചുറ്റും ഒഴിച്ച് ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഫുള്ള് നെയ്യും ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി മാത്രമല്ല, നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അലീസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് കേട്ടോ, പഞ്ചസാര. അപ്പോൾ അതുകൂട്ടി നെയ്യും ഈ ഉള്ളിയും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.